വിടാതെ ഒരാൾ പിടികൊടുക്കും. വരട്ടെ. Good evening, Ravieta. Very happy to meet you here. എനിക്ക് വളരെ സന്തോഷം ഉങ്ങളെ പറ്റി സംസാരിക്കാൻ. എനിക്ക് രവിയേട്ട ചിലപ്പോൾ 13 കൊല്ലം മുമ്പ് അറിയാം. ഞങ്ങൾ ഊട്ടിയിൽ ഞാനൊരു പടം ഷൂട്ട് ചെയ്തായിരുന്നു. എനിക്ക് ഏത് പടം എനിക്ക് ഓർമ്മയില്ല. രവിയേട്ടൻ അപ്പോൾ പ്രിയേട്ടൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ മീറ്റ് ചെയ്തു. അപ്പോൾ രവിയേട്ടൻ എനിക്ക് പറഞ്ഞു, ഞാൻ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു ഫിലിം ചെയ്യുമ്പോൾ നിങ്ങൾ വരണം, ഞാൻ എൻ്റെ കൂടെ എന്നെ പ്രോത്സാഹിപ്പിക്കണം, എൻ്റെ കൂടെ റോൾ ചെയ്യണം. ഞാൻ വിചാരിച്ചു ഓക്കെ, ലൈക്ക് എവറിബഡി എൽസ് യു ജസ്റ്റ് പ്രോമിസ് ഓക്കെ എന്ന് പറഞ്ഞു. കറക്റ്റായിട്ട് കീർത്തി ചക്രൊക്കെ എനിക്ക് വിളിച്ചു പറഞ്ഞു 5 days പിക്നിക്കാണ്, നീ വാ എന്ന് പറഞ്ഞു. ആൻഡ് സത്യം എനിക്ക് വൺ ഓഫ് ദി ലവ്ലി ഫിലിംസ്, ലവ്ലി ക്യാരക്ടർ ഞാൻ ചെയ്തത് കീർത്തി ചക്രയിലാണ്. രവിയേട്ടൻ്റെ ഏറ്റവും നല്ല ഗുണം എന്ന് പറഞ്ഞാൽ അവരുടെ ലോയൽറ്റി. ഇപ്പോൾ കൂടെ അതേ ഫ്രണ്ട്ഷിപ്പ്, അതേ സ്നേഹം. പക്ഷെ എനിക്കൊരു പരാതിയുണ്ട് രവിയേട്ട, എന്തിനാ നിങ്ങൾ മേജർ മഹാദേവൻ്റെ ഭാര്യ ഫസ്റ്റ് പടത്തിൽ കൊന്നു? കാരണം അതിനുശേഷം എനിക്ക് ചാൻസേ പോയി. എത്ര നന്നായിട്ട് ആർമി പടം നിങ്ങൾ ചെയ്തു, എനിക്ക് ചാൻസേ ഇല്ല. കാരണം വൈഫ് ഇസ് ഡെഡ്. അറ്റ്ലീസ്റ്റ് ഒരു തേർഡ് പടം ഒരു കൊന്നാലേ എനിക്ക് എൻ്റെ അഭിപ്രായം നന്നായിരുന്നു എന്ന്. Anyway, I'm so proud of you, Eta, and so nice to see your career blossoming. God bless. Wish you every success. Thank you. ലക്ഷ്മി ഗോപാൽ സ്വാമി. ലക്ഷ്മി ചോദിച്ചില്ല എന്താ എന്നെ കൊന്നത് എന്നുള്ള പടത്തിനകത്ത്. അതിനെ നമുക്ക് ഹ്യൂമറായിട്ട് എടുക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ ലക്ഷ്മിനെ എനിക്ക് പടത്തിൽ വിളിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് അതിലേക്ക് കൊന്നു കഴിഞ്ഞാൽ. പക്ഷെ അതിനകത്ത് വേറൊരു പ്രശ്നമുണ്ട്. ഇപ്പൊ ഈ മഹാദേവൻ സീരീസ് വരുന്ന സമയത്ത് എനിക്ക് വേറൊരു പടത്തിലും മോഹൻലാലിന് ഭാര്യനെ കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം ആ പടത്തിനകത്ത് ലക്ഷ്മി ഗോപാൽ സ്വാമി തീർന്നു. പക്ഷേ ദാറ്റ് ഈസ് എ സ്റ്റോറി നമ്മളിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത്.